2 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത KSRTC സ്വിഫ്റ്റ് ബസിന്റെ ചേസ് പൊട്ടി. അറ്റകുറ്റപ്പണിക്കായി തിരുവനന്തപുരം പാപ്പനംകോട് വർക്ക്ഷോപ്പിലാണ് ബസ് ഇപ്പോഴുള്ളത്. എന്നാൽ തകരാറിനെക്കുറിച്ച് KSRTC ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. ചേസ് പൊട്ടിയ ബസിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. 2 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2022 മാർച്ച് 19 രജിസ്റ്റർ ചെയ്ത ബസ്സാണ് ഈ കിടക്കുന്നത്. ചില്ലറ തകരാറൊന്നുമല്ല, ചേസ് തന്നെ പൊട്ടി. വെറും 2 വർഷം കൊണ്ട് പൊട്ടിയതിൻ്റെ ഞെട്ടലിലാണ് KSRTC ജീവനക്കാർ. ഒരന്വേഷണവും നടത്താതെ തിരുവനന്തപുരം പാപ്പനംകോട്ടെ KSRTC വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണിത്. ദിവസം 600-ലേറെ കിലോമീറ്റർ രാത്രിയോടി ബംഗളൂരുവിലേക്കും മൈസൂരിലേക്കും മൂകാംബികയിലേക്കും എല്ലാം ഓടുന്ന ബസ്സിൻ്റെ ചേസാണ് പൊട്ടിയത്. ജീവനക്കാർക്കുള്ള ആശങ്ക ഈ ബസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, 100-ലേറെ ബസ്സുകളാണ് സ്വിഫ്റ്റിന് വേണ്ടി ഒറ്റയടിക്ക് KSRTC വാങ്ങിയത്. മറ്റു ബസ്സുകൾക്കും ഭാവിയിൽ ഇതേ പ്രശ്നം വരുമോ എന്നതാണ് ഇവരുടെ പേടി. ഇത്ര പെട്ടെന്ന് ബസ്സിൻ്റെ ചേസ് പൊട്ടണമെങ്കിൽ 3 കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത്. 1, വലിയ അപകടം നടക്കണം. 2, നിർമ്മാണ സമയത്ത് തന്നെയുള്ള അപാകത. 3, ബോഡി പണിയിക്കുമ്പോൾ ഉണ്ടായ പിശക്. ഇതിലേതാണെന്നറിയണമെങ്കിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒരന്വേഷണവുമില്ലാതെ KSRTCയുടെ തന്നെ വർക്ക്ഷോപ്പിൽ ഇത് അതീവ രഹസ്യമായി പണിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വെറും 2 വർഷം മുമ്പ് വാങ്ങിയ 100 ബസ്സുകളിൽ ഒരു ബസ്സിൻ്റെ ചേസാണ് പൊട്ടിയത്. ഇതിനെക്കുറിച്ച് ഒരന്വേഷണവും നടത്താതെ പാപ്പനംകോട്ടെ ഡിപ്പോയിൽ നന്നാക്കാനാണ് KSRTC ഏൽപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായ സാഹചര്യമാണ് ഇതെന്നാണ് ജീവനക്കാർ പറയുന്നതും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.